സ്നേഹം വേണം, ധർമ്മം വേണം. ഭഗവത്ഗീതയിലെ ഏറ്റവും സുന്ദരമായ ശ്ലോകമേത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൊടുത്തിട്ടേ തിന്നാവൂ. തേന തെക്തേന ഭുഞ്ജീത. കൊടുക്കുന്നതൊന്നും ഒരു നഷ്ടമല്ല. കാരണം കൊടുക്കുന്നതെല്ലാം നിനക്ക് തന്നെയാ. കാരണം അതും ദൈവം ഇതും ദൈവം. അഹം ബ്രഹ്മാസ്മി തത്വമസി. അതും ഇതും ഒന്ന് തന്നെ, അദ്വൈതല്ലേ. അപ്പൊ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൊടുത്താൽ ഒന്നല്ലേ? അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് തന്നെയാ. കാരണം അതും ഇതും ഒന്നല്ലേ. അപ്പൊ കൊടുക്കുമ്പോൾ നഷ്ടപ്പെടണോ? ടെൻഷൻ അടിക്കണോ? വേണ്ട. അതുകൊണ്ടാ പണ്ടത്തെ ആള് നുള്ളിച്ചാടിയിട്ട് തിന്നുമ്പോ നമ്മൾ പറഞ്ഞു കൊതി കൂടുന്നതിനാന്നല്ല. നുള്ളിച്ചാടുന്ന കൊതി കൂടുന്നല്ല, ഉറുമ്പിനെങ്കും കൊടുത്തിട്ടേ തിന്നാവുന്ന. ശിവം, സൗന്ദര്യബോധം, സർഗാത്മകത, പുഷ്പങ്ങൾ, കവിതകൾ, കഥകൾ, അക്ഷരങ്ങൾ, പാട്ടുകൾ, വർണ്ണനകൾ, ഭാവനകൾ, ഇതില്ലാതൊരു ദൈവം ഭാരതത്തിലില്ല. നിങ്ങൾക്ക് വർണ്ണന വേണ്ട, കവിത വേണ്ട, കഥ വേണ്ട, ഒന്നും വേണ്ട, ദൈവം മാത്രം മതി. അങ്ങനെ ഒരു ദൈവം ഇല്ല. കഥയില്ലാത്ത, കവിതയില്ലാത്ത, പാട്ടില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, വാഗച്ചാർത്തില്ലാത്ത, പുഷ്പങ്ങൾ പുഷ്പാർച്ചനയില്ലാത്ത, അലങ്കാരങ്ങളില്ലാത്ത, ചിത്രപ്പണികളില്ലാത്ത ഒരു അമ്പലമില്ല. നിങ്ങളുടെ ഉള്ളിൽ സർഗാത്മകതയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അമ്പലമാകും. ആ അമ്പലം വളർത്തിയെടുക്കുക. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. അവിടെ ഉത്സവം നടത്തുക. അപ്പോൾ ദൈവം നിങ്ങളുടെ പൂജാമുറിയില്ലെങ്കിലും ദൈവം ഇവിടെ ഇരിക്കും. ഇവിടെ എന്താ ഉത്സവം? ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ. സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മുറജപമില്ലാത്ത, നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ദേവാലയമെല്ലാം അടച്ചിട്ട് നാട്ടിലെ അമ്പലമെല്ലാം വളർന്ന ഒരു കാര്യമില്ല. നാട്ടിലെ അമ്പലം വളരുന്നതിന് ആനുപാതികമായി ഈ അമ്പലത്തിലും വെളിച്ചമുണ്ടാവണം. ഈ അമ്പലത്തിൽ മൃഗതൃഷ്ണയുണ്ടല്ലോ. എരിവും പുളിയും കൂട്ടുന്ന നാവാണ്, ഭക്ഷണം കഴിക്കുന്ന ശരീരമാണ്. നമ്മുടെ ഉള്ളിൽ കാമക്രോധ ലോഭമോഹ മതോ മത്സര്യമെല്ലാം ഉണ്ടാവും. ഇതുകൊണ്ട് ദുഷിച്ചു പോകും. ആ ദുഷിച്ചു പോകുമ്പോ ഉത്സവത്തിൽ വന്നിട്ട് ആ ദുഷിപ്പിനെ മുഴുവൻ കഴുകി വൃത്തിയാക്കി ഹൃദയം അഷ്ടബന്ധ നവീകരണ കലശം നടത്തി ദൈവത്തിന് കയറി ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഹൃദയത്തെ മാറ്റിയെടുത്ത് തിരിച്ചു പോകണം. അതിനാ ഉത്സവം. ഇവിടെ വരുന്ന നിങ്ങളാവരുത്, തിരിച്ചു പോകുന്ന നിങ്ങൾ. തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഷ്ടതകളും, അഹന്ത, ഞാൻ ഇന്ന ആ അരി കൊടുത്തു, ഇത്ര ചാക്ക് അരി വാങ്ങിക്കൊടുത്തു, ഇന്ന സംഭാവന കൊടുത്തു എന്ന പുണ്യം ചെയ്തതിന്റെ കണക്ക് പറയരുത്. പിന്നെ ഒരുപാട് അപകർഷതാബോധം, ഞാൻ അത് ചെയ്തു പോയല്ലോ, ഇത് ചെയ്തു പോയല്ലോ എന്ന പാപത്തിന്റെ കണക്ക്. ഇത് രണ്ടും അവിടെ കൊടുക്കുക. പുണ്യപാപ ചുമടുകളാമിരുമൂടി കെട്ടുമേന്തി പൊന്നമ്പല നടചവിട്ടാൻ വരുന്നു. പുണ്യവും പാപം അവിടെ കൊടുത്ത് ക്ലീൻ സ്ലേറ്റ് തിരിച്ചു പോവാ. കുറച്ച് കഴിയുമ്പോൾ ഒരു കൊല്ലാകുമ്പോ പിന്നെയും ഇരുട്ട് കയറും. അന്നേരം അടുത്ത കൊല്ലത്തെ ഉത്സവത്തിന് വരിക, വീണ്ടും വൃത്തിയാക്കുക. അതാണ് ഉത്സവം. ഒത്തുചേർന്നിട്ടുള്ള വികാസമാണ്. മേലോട്ടാണ് ഉദ്ഗ്രഥനം, ഉത്സവം. മേലോട്ടുള്ള ആനന്ദത്തിന്റെ, സച്ചിദാനന്ദത്തിന്റെ ഉയർച്ച. ശരീരത്തിന്റെ ദുശ്ചിതാനന്ദമല്ല, മനസ്സിന്റെ സച്ചിദാനന്ദത്തിന്റെ വഴികൾ അടയപ്പെടുമ്പോഴാണ് മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ ദുശ്ചിതാനന്ദത്തിലേക്ക് പുതിയ തലമുറ പോകുന്നത്. അതുകൊണ്ട് പാട്ടിലൂടെ, സാഹിത്യത്തിലൂടെ, കഥയിലൂടെ, ചിത്രത്തിലൂടെ, കവിതയിലൂടെ, നടനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സച്ചിദാനന്ദം വളർത്തിയെടുക്കാൻ ഉത്സവപ്പറമ്പുകൾ സംഗീതാത്മകവും നൃത്താധിഷ്ഠിതവും നടനാ വൈഭവ രംഗവും ഒക്കെയായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇത്രയും വലിയ ഒരു അമ്പലത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു നാട്,
കേട്ടിട്ടില്ലാത്തൊരമ്പലം. ഞങ്ങളെ കൂട്ടി ഇവിടെ എത്തിക്കാൻ കാരണമായത് സെന്റ് കോർണേലിയസ് എന്ന് പറയുന്ന ഒരു പുണ്യാളനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ ഒരു സ്കൂളിലുണ്ട്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ഉഷ പുതുശ്ശേരി പഠിച്ചിരുന്നു. ആ പഠിച്ച ബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ആ ഉഷയാണ് എന്നെ ഇവിടെ കണക്ട് ചെയ്തത്. ആ ഉഷയോടും നന്ദി പറയുന്നു. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.